ഹലോ. അപ്പൊ നമുക്ക് വീണ്ടും ട്രിഗ്നോമെട്രിയുടെ പോർഷൻസിലേക്ക് കടക്കാം അല്ലെ. ട്രിഗ്നോമെട്രിയുടെ ബേസിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി എക്സസൈസ് 3.3ക്ക് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള ഫോർമുലാസിന്റെ എല്ലാം ഡെറിവേഷനും കാര്യങ്ങളുമാണ് നമ്മൾ കടക്കുന്നത്. എൻ സി ആർ ടിയിൽ ക്ലോസ് ടു എത്രയുണ്ട്? 10-30 ഫോർമുലാസ് എൻ സി ആർ ടിയിൽ തന്നെയുണ്ട്. അതെല്ലാം നമുക്ക് ഡിറൈവ് ചെയ്യാം, അതെല്ലാം എഴുതി വെക്കാം, അതെല്ലാം കാണാപ്പാഠം പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കിടക്കാം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, കോസ് ഓഫ് മൈനസ് എക്സിനെ കുറിച്ചും സൈൻ ഓഫ് മൈനസ് എക്സിനെ കുറിച്ചും അല്ലെ. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിറൈവേഷൻ അതിന്റെ എങ്ങനെയാ വരുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സോ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നതും അത് തന്നെയാണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് സൈൻ എക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തത് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണെന്ന് പറയുന്നു. അതായത് സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. കോസ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്നും നമ്മൾ പഠിച്ചു. ഇപ്പൊ അതെന്താ കാര്യമെന്ന് നമുക്കൊന്ന് കാണാം. ഇതും ഒരു യൂണിറ്റ് സർക്കിളിന്റെ കാര്യം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കൊരു യൂണിറ്റ് സർക്കിൾ ഉണ്ട്, അതായത് റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടെന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇത് യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് അല്ലേ, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആക്സിസിൽ ഇത് 1,0 ആവും. കാരണം എക്സ് കോർഡിനേറ്റ് 1ഉം വൈ കോർഡിനേറ്റ് 0. ഇവിടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0ഉം വൈ കോർഡിനേറ്റ് 1ഉം, ഇവിടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ എക്സ് കോർഡിനേറ്റ് -1ഉം വൈ കോർഡിനേറ്റ് 0, ഇത് എക്സ് കോർഡിനേറ്റ് 0ഉം വൈ കോർഡിനേറ്റ് -1. ഇങ്ങനെയല്ലേ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇനി എടുക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുകയാണ് അല്ലെ. ഇവിടുത്തെ ഒരു പോയിന്റ് A, B എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഇതൊരു ആംഗിള് എക്സ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു റാൻഡം പോയിന്റ് P(A, B) എടുത്തു, ഇത് എക്സ് എടുക്കുന്നു. ഇത് ഒരു യൂണിറ്റ് ആണല്ലോ, കാരണം എന്താണ്, ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്, റേഡിയസ് 1 ആണ്. അതേ ആംഗിൾ തന്നെ ഞാൻ താഴോട്ടും എടുത്തു. നമുക്കറിയാം ഈ എക്സ് ഉണ്ടായത് ആന്റി ക്ലോക്ക് വൈസിൽ കറക്കിയപ്പോഴാ, അതുകൊണ്ട് അതിനെ പോസിറ്റീവ് എക്സ് എന്ന് തരാം. അതേ ആംഗിളില് ഞാൻ ക്ലോക്ക് വൈസിൽ കറക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഇത് -x എന്ന് വരും അല്ലെ. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്താ വരുന്നത്, ഇവിടെ എത്ര കറങ്ങിയോ അത്രേ തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ അതേ പോയിന്റിൽ സെയിം ആയിട്ടുള്ള ഒരു സാധനം ഇല്ല, ഇവിടുന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരും. അപ്പൊ ഈ പോയിന്റിനെ നമുക്ക് എക്സ് കോർഡിനേറ്റ് A തന്നെ കിടക്കും, വൈ കോർഡിനേറ്റ് -b എന്നും നമുക്ക് കിടക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് സൈൻ ഓഫ് എക്സ് എടുക്കുവാണെങ്കിൽ എന്താ, സൈൻ എക്സിന്റെ ഡെഫിനിഷൻ എന്താ? സൈൻ എക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒരു പോയിന്റിന്റെ സൈൻ എക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. അതായത് ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം ഒറിജിനോ ഓർ റേഡിയസ് എന്ന് പറയുന്ന 1 ആണ്. സോ സൈൻ എക്സ് എന്ന് പറയുന്നത് ബി ആണ്. സൈൻ ഓഫ് -x എടുത്താലോ, അതായത് ഈ പോയിന്റ് ആണ് വരുന്നത്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, -b ഡിവൈഡഡ് ബൈ 1 അല്ലെ. സോ ദിസ് ഇസ് സൈൻ ഓഫ് -x സെയിം ആസ് -b എന്ന് പറയുന്ന സൈൻ എക്സ് എന്ന് അറിയാലോ. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൈൻ ഓഫ് -x എന്ന് പറയുന്ന -sin x വരുന്നതിനൊരു റീസൺ ഇത് തന്നെയാണ്. അതേ കാര്യം തന്നെ നമുക്ക് കോസ് എക്സിന് അപ്ലൈ ചെയ്ത കോസ് എക്സിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു, കോസ് എക്സിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്, ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്, എ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഓർ ദ റേഡിയസ്, അതായത് 1, അതായത് എ ഡിവൈഡഡ് ബൈ 1 എ എന്ന് കിട്ടും. ഇനിയിപ്പോ കോസ് ഓഫ് -x എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റിനെയാണ് നോക്കേണ്ടത്. കോസ് ഓഫ് -x എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതും എ തന്നെയാണ് അല്ലെ. സോറി, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്, ഡിവൈഡഡ് ബൈ 1, അതും കോസ് എ. സോ കോസ് ഓഫ് -x-ഉം കോസ് എക്സും സെയിം ആയി. സോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ഫോർമുലാസ് വരുന്നത്, സൈൻ ഓഫ് -x -sin x-ഉം കോസ് ഓഫ് -x കോസ് എക്സും. അതായത് സൈൻ എക്സ് ഓഡ് ഫംഗ്ഷനും കോസ് എക്സ് ഈവൻ ഫംഗ്ഷനും എന്ന് പറയാനായിട്ടുള്ളതിലെ കാര്യം ഇതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഈ ഡെറിവേഷനിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ഡിറൈവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർമുല ഇതാണ്, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, ഈ ഫോർമുലയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ കുറച്ച് സമയമെടുത്ത് ചിന്തിക്കുക. സ്റ്റേറ്റ് സിലബസിലൊക്കെ ഇതൊരു ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. CBSE ഡെറിവേഷൻ വേണ്ട. ഡെറിവേഷൻ വേണ്ടവർ അത് പഠിക്കുക, വേണ്ടാത്തവർ ഒന്ന് മനസ്സിലാക്കുക, ഓർത്തിരുന്നാൽ നല്ലത്. ആരും ജയിലൊന്നും ഡെറിവേഷൻ ചോദിക്കാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഓർത്തിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്കൊന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണേ. കുറച്ചൊരു ആനമുട്ട സർക്കിൾ തന്നെ ഇരിക്കട്ടെ.
ഇവിടെ ഒരു സർക്കിൾ എടുത്തു. ഇത് നമ്മുടെ വൈ ആക്സിസ്, ഇത് നമ്മുടെ എക്സ് ആക്സിസ് അല്ലെ. ഇത് വൈ ഡാഷ് എന്ന് നമുക്ക് വിളിക്കാം, ഇതിനെ എക്സ് ഡാഷ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് P1 എടുക്കുകയാണ്. ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ഇതൊന്ന് വരയ്ക്കുക, അത് എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിനെ കോസ് എക്സ് എന്നും സൈൻ എക്സ് എന്നും വിളിച്ചു. ഇത് ഉണ്ടാക്കുന്ന ആംഗിള് എക്സ് എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, നമുക്കറിയാം ഈ പോയിന്റ് ഞാൻ P4 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് 1,0 ആയിരിക്കും. ഇതൊരു യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ഇത് 1,0 ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. സോ ഒരു എക്സ് എടുത്തു. ആ എക്സിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, ഇവിടേക്ക് ഒരു പോയിന്റ് എടുത്തത് ആ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത് വൈ എന്ന് നമ്മൾ എടുത്തു. അതേ കണക്കിന് ഇവിടേക്ക് ഒരു പോയിന്റ് എടുത്തു. അതേ ഇതെന്ന് പറയുന്ന സെയിം ആംഗിൾ, വൈഡ് അതേ സെയിം ആംഗിൾ, പക്ഷെ അത് ഉണ്ടാകുന്നത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തതായതുകൊണ്ട് ഞാൻ അതിനെ -y എന്ന് വിളിച്ചു. ഇത് വന്ന് കൂട്ടിമുട്ടുന്ന ഭാഗം P2 എന്ന് എടുത്തു. അതിനെ ഞാൻ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നും സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നും എഴുതി. എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറയാം. ഇപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ പോയിന്റ്, ഈ കോർഡിനേറ്റ് ആണ് ഞാൻ ഈ മാർക്ക് ചെയ്തത്. P2 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. ഇത് P3 എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്, ഈ കോർഡിനേറ്റ് ആണ്. അതിനെ ഞാൻ കോസ് ഓഫ് -y എന്നും സൈൻ ഓഫ് -y എന്നും എഴുതി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ അകത്ത് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓർക്കാം ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ് വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ. ഓക്കെ, ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ് വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോർഡിനേറ്റ് 1,0 ആയിരിക്കും. നമ്മൾ ഇനി കൺസിഡർ ലെറ്റ് ദ ആംഗിൾ P4OP1, ഈ ആംഗിൾ കണ്ടില്ലേ, അതായത് എക്സ് ആൻഡ് ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത്, സോ ലെറ്റ് P4OP1 നോക്കണേ, ബി എക്സ് ആൻഡ് P4OP2 അത് നമുക്ക് എത്രയാണ് P4OP2, അതായത് ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, P4O P1 കുറിച്ച് നമ്മൾ വരച്ചു. ആൻഡ് y be the angle P1OP2, ഈ P1OP2 ഞാൻ P1OP2 be y. ഇത്രയും കാര്യങ്ങൾ വന്നല്ലോ. P4OP1 എന്ന് പറയുന്ന എക്സും P1OP2 എന്ന് പറയുന്നത് വൈയുമായിട്ട് എടുത്തു അല്ലെ. ആൻഡ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വരുന്നത്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് P4OP2 എന്ന് വരും അല്ലെ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് P4OV2. ആൻഡ് P4OP3 എന്താണ്, അതിന് നമ്മൾ -y എന്നും എടുത്തു. ഏത് y എടുത്തതിന്റെ അതേ ആംഗിൾ തന്നെ -y നമ്മൾ ഇവിടെ എടുക്കുന്നതായിട്ട് കണ്ടു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. P4OP3 എന്ന് പറയുന്നത് -y. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്, P1ഉം P2ഉം P3ഉം P4ഉം കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതാം. അതിന്റെയൊക്കെ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം cos x എന്ന് പറയുന്നത് എന്താണ്, cos x എന്ന് പറയുന്നത് നമുക്കറിയാം cos x ന്റെ ഫോർമുല എന്താണ്, എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിനോ റേഡിയസോ, ഇത് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ എല്ലാം 1 ആണെന്ന് വരുമല്ലോ. അതായത് cos x എപ്പോ വന്നു കഴിഞ്ഞാലും അത് അതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. sin x എപ്പോ വന്നു കഴിഞ്ഞാലും അതിന്റെ y കോർഡിനേറ്റ് ആണ്. കാരണം എന്താ, ഡിനോമിനേറ്റർ 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ കോർഡിനേറ്റ് എഴുതുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. P1ന്റെ കോർഡിനേറ്റ്, P1 വന്നേക്കുന്ന ഇതിന്റെ എന്ന് പറയുന്നത്, P1ന്റെ പോയിന്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് എന്ന് പറയുന്നത് cos x എന്ന് പറഞ്ഞാൽ എന്താണ്, cos x എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ r അല്ലെ. സോ r എന്ന് പറയുന്നത് റേഡിയസ് 1 ആയതുകൊണ്ട് തന്നെ P1ന് നമുക്ക് cos x, sin x എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് P2നെ cos ഓഫ് x പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എഴുതാം. സോ P2 എഴുതി. അതേ കണക്ക് തന്നെ P3യെ നമുക്ക്, P3 എന്ന് പറഞ്ഞ ഇതല്ലേ, അത് -y അല്ലേ ഡിഫൈൻ ചെയ്തേക്കുന്നത്, cos ഓഫ് -y, സൈൻ ഓഫ് -y എന്നും എഴുതാം. അതേപോലെ തന്നെ P4 എന്ന് പറയുന്ന 1,0 എന്ന് എഴുതാം. ഫിഗറിൽ എല്ലാ കാര്യവും മനസ്സിലായല്ലോ. ഇത്രയും കോർഡിനേറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇതിനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ജോയിൻ ചെയ്യുകയാണ്. ഈ ഒരു ട്രയാങ്കിളും ഞാൻ എടുത്തു. ഈ ഒരു P1നെയും P3യെയും ഞാൻ ജോയിൻ ചെയ്തു.
P2നെയും P4നെയും ഞാൻ ജോയിൻ ചെയ്ത് രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ ഇത് ഞാനിങ്ങനെ ജോയിൻ ചെയ്തേക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കൺസിഡർ ട്രയാങ്കിൾസ് P1OP3 ആൻഡ് P2OP4. ഓക്കെ, P1OP3 കണ്ടല്ലോ, P1OP3യും P2OP4 രണ്ട് ട്രയാങ്കിൾസ് കണ്ടു. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇത് കോൺഗ്രുവന്റ് ആണോ? ആണല്ലോ, കാരണം ഇത് റേഡിയസ് ആണ് ഈ ആംഗിൾ y അല്ലെ, y പ്ലസ് ഈ ഒരു ആംഗിൾ, ഇതെന്ന് പറയുന്നത് ഞാനൊരു തീറ്റ നടത്തും, ഇത് y പ്ലസ് തീറ്റയാണ്, ഇതും y പ്ലസ് തീറ്റയാണ്. സോ ഇത് രണ്ടും റേഡിയസ് ആണ്. സോ ബൈ SAS ക്രൈറ്റീരിയ ദേ ആർ കോൺഗ്രുവന്റ് അല്ലെ. സോ ബൈ സൈഡ് ആംഗിൾ സൈഡ് ക്രൈറ്റീരിയ ദേ ആർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ, കാരണം വരച്ചേക്കുന്ന തന്നെ വൈയും മൈനസ് വൈയും ആണ്, അതിന്റെ ഇടയ്ക്ക് ഒരു തീറ്റയും ഇടയ്ക്ക് വന്നിട്ടുണ്ട്. സോ ദേ ആർ കോൺഗ്രുവന്റ്. Therefore നമുക്ക് പറയാൻ പറ്റും P1P3 ആൻഡ് P2P4 ആർ ഈക്വൽ. എന്താണ് കാരണം? CPCT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഈ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ D1 ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുവാണെങ്കിൽ P1P3 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ അല്ലെ. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഡിസ്റ്റൻസ് അങ്ങ് മാറും അല്ലെ. അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഡിസ്റ്റൻസ് അങ്ങ് മാറും. അപ്പൊ ഇതെന്താണ്? cos x ഉണ്ട്, cos ഓഫ് x പ്ലസ് y ഉണ്ട് അല്ലെ. പിന്നെ ഇവിടെ എന്താണ്? നമുക്ക് P1P3യുടെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. cos x ഉം cos ഓഫ് മൈനസ് y, sin x ഉം സൈൻ മൈനസ് y ഉം ഇതിനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ട. സോ ദാറ്റ് വിൽ ബി cos x മൈനസ് cos ഓഫ് മൈനസ് y ദ ഹോൾ സ്ക്വയർ പ്ലസ് sin x മൈനസ് സൈൻ ഓഫ് മൈനസ് y ദ ഹോൾ സ്ക്വയർ അല്ലെ. ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? cos സ്ക്വയർ x കിട്ടും പ്ലസ് cos ഓഫ് മൈനസ് വൈയും cos y ഒന്ന് തന്നെയല്ലേ, അതായത് cos സ്ക്വയർ y കിട്ടും മൈനസ് 2 cos x cos y കിട്ടും പ്ലസ് ഇത് sin സ്ക്വയർ x കിട്ടും പ്ലസ് sin സ്ക്വയർ y കിട്ടും അല്ലെ. സൈൻ ഓഫ് മൈനസ് വൈ മൈനസ് സൈൻ വൈ ആയതുകൊണ്ട് ഇത് പ്ലസ് ആയി, അതുകൊണ്ട് തന്നെ പ്ലസ് 2 sin x sin y എന്ന് നമുക്ക് കിട്ടും. ഇത്രയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. cos സ്ക്വയർ എക്സും സൈൻ സ്ക്വയർ എക്സും 1 ആയി, cos സ്ക്വയർ വൈയും സൈൻ സ്ക്വയർ വൈയും 1 ആയി. സോ അത് രണ്ടും കൂടെ ചേർന്നിട്ട് 2 ആയി. സോ നമുക്ക് ബാക്കിയുള്ളത് 2 മൈനസ് 2 ടൈംസ് ഓഫ് cos x cos y പ്ലസ് ആണോ മൈനസ് ആണോ പ്രീവിയസ് എടുത്തിട്ട് മൈനസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 2 ഉണ്ട്, ഒന്നുകൂടെ നമുക്ക് 2 ഉണ്ട് അല്ലെ. പിന്നെ മൈനസ് 2 cos x cos y ഉണ്ട് പ്ലസ് 2 sin x sin y ഉണ്ട് അല്ലെ. അതായത് ഇതിനെ 2 ഇൻറ്റു ഞാൻ ഇപ്പൊ മൈനസ് 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ cos x cos y മൈനസ് 2 ആണ് പുറത്തെടുത്തത്, അതുകൊണ്ട് തന്നെ മൈനസ് ഇവിടെ വരും, മൈനസ് sin x sin y എന്ന് എനിക്ക് എഴുതാൻ പറ്റും. കാര്യം മനസ്സിലായല്ലോ, ഇത്രയും കാര്യം മൈനസ് കോമൺ എടുത്തപ്പം. അതേപോലെ തന്നെ ഞാൻ P2P4ന്റെ ഹോൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുന്നത്? അതും ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഡിസ്റ്റൻസ് എവിടെയാ? P2P4 എടുക്കുകയാണെങ്കിൽ P2P4 എടുക്കുക, 1ൽ നിന്നും cos ഓഫ് x പ്ലസ് വൈയുടെയും 1,0ൽ നിന്നും cos ഓഫ് x പ്ലസ് വൈയുടെയും സൈൻ ഓഫ് x പ്ലസ് വൈയുടെയും ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അറിയാലോ. അതിന് നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 1 മൈനസ് cos ഓഫ് x പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് സൈൻ ഓഫ് x പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ഇത് 1 മൈനസ് 2 ടൈംസ് ഓഫ് cos ഓഫ് x പ്ലസ് വൈ പ്ലസ് cos സ്ക്വയർ ഓഫ് x പ്ലസ് വൈ പ്ലസ് 0 ഉണ്ട് പ്ലസ് സൈൻ സ്ക്വയർ ഓഫ് x പ്ലസ് വൈ മൈനസ് 2 സൈൻ ഓഫ് x പ്ലസ് വൈ. ഇൻറ്റു മൈനസ് 2 സോറി ഇത് 0 ആയിപ്പോയി അല്ലെ. 0 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു സൈൻ ഓഫ് x പ്ലസ് വൈ ഇത് 0 ആയിപ്പോയി. അതായത് വന്നിട്ട് 1ഉം cos സ്ക്വയർ x പ്ലസ് സൈൻ സ്ക്വയർ എക്സും 2 ആയി അല്ലെ. സോ ഇതെന്താ പറയുന്നത്? 2 മൈനസ് 2 ടൈംസ് ഓഫ് cos ഓഫ് x പ്ലസ് വൈ.
സോ ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. നമുക്ക് മനസ്സിലായി P1 P3യും P2 P4ഉം ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്വയറുകളും ഈക്വൽ ആയിരിക്കണമല്ലോ. P1 P3യുടെ സ്ക്വയറും P2 P4ന്റെ സ്ക്വയറും ഈക്വൽ ആയിരിക്കും. 2 മൈനസ് 2 ടൈംസ് ഓഫ്, ഞാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച എത്രയാണ്, 2 cos x cos y മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് ഷുഡ് ബി സെയിം ആസ് 2 മൈനസ് 2 ടൈംസ് ഓഫ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. 2 2 വെട്ടിപ്പോയി, -2 വെട്ടിപ്പോകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, സോ ഇത് യൂണിറ്റ് സർക്കിളിന്റെ മെത്തേഡിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണ് ഇതിന്റെ ആദ്യത്തെ ഫോർമുല. സോ നമുക്ക് ആദ്യം പഠിച്ചു സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് സൈൻ എക്സ് എന്ന് നമുക്ക് പഠിച്ചു അല്ലെ. രണ്ടാമത്തെ ഫോർമുല കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് എന്ന് പഠിച്ചു. മൂന്നാമതായിട്ട് പഠിച്ചത് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫോർമുല കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നാലാമതായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, സോ ഇത് പതുക്കെ സമയമെടുത്ത് പഠിക്കുക. കുറച്ച് ലെങ്തി ആണ് ഫോർമുലാസ് ഒക്കെ, പക്ഷേ നിങ്ങൾ ഈസി ആയിട്ട് പതുക്കെ പഠിച്ചു വരും. അടുത്ത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന് എനിക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് ഓഫ് മൈനസ് വൈ എന്ന് എഴുതാലോ, എന്നിട്ട് ഇതേ ഫോർമുല ഇട്ട് കൊടുക്കാമല്ലോ. ഇതിന്റെ ഫോർമുല എന്താണ്? കോസ് എക്സ് ഇൻറ്റു കോസ് വൈക്ക് വരാൻ കോസ് ഓഫ് മൈനസ് വൈ എന്ന് കൊടുക്കുക, കാരണം വൈയുടെ സ്ഥാനത്ത് മൈനസ് വൈ ആണുള്ളത്. മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈക്ക് പകരം സൈൻ ഓഫ് മൈനസ് വൈ ഇട്ട് കൊടുക്കാം. സോ കോസ് വൈയും കോസ് മൈനസ് വൈയും സെയിം ആണ്. സോ ദിസ് വിൽ ബിക്കം കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. സൈൻ ഓഫ് മൈനസ് വൈ എന്ന് പറയുന്നത് മൈനസ് സൈൻ വൈ ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. സോ ദിസ് വിൽ ബിക്കം സൈൻ എക്സ് സൈൻ വൈ. സോ കോസ് ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. സോ കോസില് പ്ലസ് വരുമ്പോൾ മൈനസ് കൊടുത്തു വരുന്നു, മൈനസ് വരുമ്പം പ്ലസ് കൊണ്ടുവരുന്നു. ഇത്രയും കാര്യം എല്ലാവർക്കും പിടികിട്ടിയല്ലോ. ഓക്കെ, സോ കോസ് ഓഫ് എക്സ് പ്ലസ് വൈയും കോസ് ഓഫ് എക്സ് മൈനസ് വൈയും പഠിച്ചു. അടുത്ത അഞ്ചാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർമുല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ നമുക്കറിയാം കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നതല്ലേ സൈൻ തീറ്റ അല്ലെ. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നതാണ് സൈൻ തീറ്റ. നമുക്ക് അതിന് അന്നേരം കോസ് 90 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് വൈ എന്നും എഴുതാം അല്ലെ. സോ ഇതൊരു ഫസ്റ്റ് ആംഗിളും ഇതൊരു സെക്കൻഡ് ആംഗിളും ആയിട്ട് എഴുതാം. ഇതിലും നമ്മൾക്ക് കോസ് ഓഫ് എ മൈനസ് ബി ഫോർമുല അപ്ലൈ ചെയ്താൽ, അതായത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഫോർമുല എന്താണ്, കോസ് എക്സ് കോസ് വൈ, അതായത് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്, കാരണം ഫസ്റ്റ് ആംഗിളിനെ ഞാൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എടുക്കുന്നു അല്ലെ. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ്, കാരണം മൈനസ് വരുന്നതുകൊണ്ട് പ്ലസ് സൈൻ എക്സ്, എക്സിന് വരെ എന്താണ് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലെ. കോസ് 90 മൈനസ് തീറ്റ സൈൻ എക്സ് സൈൻ തീറ്റ ആണ്. സോ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ, സൈൻ 90 മൈനസ് തീറ്റ കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. സോ ഫോർമുല സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നാണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. സോ സൈനില് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും, സൈനും കോസ് ഓൾട്ടർനേറ്റ് ചെയ്യും, പക്ഷെ സൈൻ മെയിൻറ്റെയിൻ ചെയ്യും, അതായത് പ്ലസ് സൈൻ ആണെങ്കിൽ പ്ലസ് തന്നെ വരും. ഇതേപോലെ തന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഫോർമുല എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ കഴിഞ്ഞു. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ കഴിഞ്ഞെങ്കിൽ സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല എങ്ങനെ പഠിക്കും? സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല എന്ന് പറയുന്നതും കണ്ടുപിടിക്കാനായിട്ട് സെയിം. ഇതിനെന്താണ്, നമുക്ക് ഇങ്ങനെ സൈൻ ഓഫ് എക്സ് പ്ലസ് ഓഫ് മൈനസ് വൈ എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ എ എന്നും ഇതിനെ ബി എന്ന് പറയുന്നത് സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് മൈനസ് വൈ എന്ന് എഴുതും അല്ലെ. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് വൈയും കോസ് വൈയും സെയിം ആണ്, കാരണം കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സൈൻ ഓഫ് മൈനസ് വൈ മൈനസ് സൈൻ വൈ ആണ്, അതുകൊണ്ട് തന്നെ പുറത്തു വരും കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ വന്നു. സോ ദ ഫോർമുല ഫോർ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആയിട്ട് വരുന്നതായിരിക്കും ഈ ഫോർമുല എന്ന് പറയുന്നത്. സോ സൈനിന്റെയും ഫോർമുല നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത ഏഴാമത്തെ ഫോർമുല നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇതാണ് ഫോർമുല. ഇത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്രൂഫ് ചെയ്യാം, കാരണം ഇതെല്ലാം നിങ്ങൾ കുറച്ചുകൂടി യൂസ് ടു ആവും കൂടുതൽ തവണ ഈ ഫോർമുലാസ് കാണുമ്പോൾ. സോ നിങ്ങൾ ഒരു പ്രൂഫ് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ LHS എന്ന് പറയുന്നത് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ
എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലെ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈന്റെ എന്താണ്, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ അല്ലെ. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്, ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് കോസ് വൈ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, സൈൻ എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ വരും, പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ വരും, ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ വരും, മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ വരും അല്ലെ. സോ കോസ് വൈയും വെട്ടിപ്പോയി, കോസ് എക്സും വെട്ടിപ്പോയി. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്ന ടാൻ എക്സ് ആണ്, സൈൻ വൈ ബൈ കോസ് വൈ എന്ന് പറയുന്ന ടാൻ വൈ ആണ്, ഡിവൈഡഡ് ബൈ ഇതും വെട്ടിപ്പോയി 1 വന്നു, മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്, സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ആണ്. ഇങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ. പേടിക്കേണ്ട, ഈ ഫോർമുല എല്ലാം കണ്ടിട്ട് കുറെ പഠിക്കണമല്ലോ എന്ന് ഓർത്ത് സമയമുണ്ട്, പതുക്കെ സമയം എടുത്ത് ചെയ്താൽ എല്ലാവരും തന്നെ പഠിച്ചു പോകും. ഓക്കെ, ഒരു ദിവസം ഒരു ഫോർമുല വെച്ച് കാണാൻ പഠിക്കാൻ ശ്രമിക്കുക. ഈ ഫോർമുല കാണാൻ പഠിക്കണമെന്ന് നിർബന്ധമാണോ? 100% നിർബന്ധമാണ്. നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി അറിയില്ലെങ്കിൽ 11th സ്റ്റാൻഡേർഡ് IIT പോട്ടെ, 12th സ്റ്റാൻഡേർഡിലെ ഡിഫറൻസിയേഷനിലും ഇന്റഗ്രേഷനിലും വരെ 8 പൊട്ടും. ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ ഓൾമോസ്റ്റ് 60% ഓഫ് ദ പോർഷൻ ആണ്. സോ അത് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഭയങ്കര ഗതികേടിലാകും. ഓക്കെ, അപ്പോ ഞാൻ അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നു ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ പഠിച്ചു. അടുത്ത 8ാമതായിട്ട് പഠിക്കാൻ പോകുന്നത് ടാൻ ഓഫ് എക്സ് മൈനസ് വൈ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതുന്നത്, ടാൻ ഓഫ് എക്സ് പ്ലസ് ഓഫ് മൈനസ് വൈ എന്ന് എഴുതാം. എന്നിട്ട് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഫോർമുല എഴുതാം, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, അതായത് ടാൻ ഓഫ് മൈനസ് വൈ ആകും, ഡിവൈഡഡ് ബൈ 1 എന്താ വരുന്നത്, 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ ഓഫ് മൈനസ് വൈ ആവും അല്ലെ. സോ ദിസ് ഇസ് ടാൻ എക്സ്. ടാൻ എന്താണ്, ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ നെഗറ്റീവ് കൊണ്ടുവരും, കോസ് നെഗറ്റീവ് കൊണ്ടുവരുന്നില്ല. സോ അത് പുറത്തു വരും. സോ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ, ഈ ടാൻ ഓഫ് മൈനസ് വൈയും പുറത്തു വരും. സോ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. സോ ടാൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല ഇതാണ്, ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. സോ ടാൻ ഓഫ് എക്സ് മൈനസ് വൈ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ, ഇതൊക്കെ നിങ്ങൾ ഡിറൈവ് ചെയ്തേരെ, അതിന്റെ 1 ബൈ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ചെയ്യാം, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഫോർമുല ഇതാണ്, ഫൈനൽ ആൻസർ ഇങ്ങനെ ആയിരുന്നു. കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോട്ട് എക്സ് കോട്ട് വൈ, സോറി, the cot x cot y minus 1 divided by cot y plus cot x. ഇതാണ് ഫോർമുല. സോ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. അതേപോലെ തന്നെ കോട്ട് ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുലയും ഇതേ കണക്ക് തന്നെ, കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് അങ്ങ് പ്ലസ് ആകും. ഓക്കെ, പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ കോട്ട് വൈ എന്ന് ആദ്യം എഴുതുന്നത്, കൺഫ്യൂഷൻ വരാതിരിക്കും. ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാം. ഇതിന്റെ മൈനസ് ഉള്ളത് പ്ലസും പ്ലസ് ഉള്ളത് മൈനസും ആക്കി കഴിഞ്ഞാൽ ഈ ആൻസറും കിട്ടും. സോ കോട്ട് ഓഫ് എക്സ് മൈനസ് 1 വൈ എന്ന് പറയുന്നത് കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്, കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇതിന്റെ എല്ലാം ഡെറിവേഷൻ നമുക്ക് പഠിക്കാം. കോസ് 2x വളരെ വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. കോസ് 2xന് 4 എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ആദ്യത്തത് ദാറ്റ് ഇസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം കോട്ട് 2xനെ. ദാറ്റ് ഇസ് സെയിം ആസ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ദാറ്റ് ഇസ് സെയിം ആസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്.
This is indeed same as 1 minus tan square x by 1 plus tan square x. ഈ 4 ഡെഫിനിഷനും നിങ്ങൾ ഫോർമുലയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് cos 2x എങ്ങനെയാണ് ഇങ്ങനെ എത്തുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് cos of x plus x എന്ന് എഴുതിക്കൂടെ. നമുക്ക് cos of x plus y ഫോർമുല എന്താണ്? cos x into cos y, അതായത് cos x into cos x മൈനസ് sin x into sin y, അതായത് sin x into sin x അല്ലെ. സോ cos x into cos x എന്ന് പറയുന്നത് cos square x ആണ്, sin x into sin എന്ന് പറയുന്നത് sin square x ആണ്. സോ cos 2x ന്റെ ഫോർമുല cos square x minus sin square x എന്നുള്ള ആദ്യത്തെ ഫോർമുല നമുക്ക് കിട്ടി. ഈ ഒരു cos square x നെ 1 minus 2 sin square x ആക്കി കഴിഞ്ഞാൽ 1 minus sin square x ആക്കി കൂടെ. cos square x plus sin square x 1 ആയതുകൊണ്ട് തന്നെ cos square x നെ 1 minus sin square x എഴുതാം. മൈനസ് sin square x ഓൾറെഡി ഉണ്ട്, സോ അതിൽ നിന്ന് 1 minus 2 sin square x കിട്ടി. അതാണ് രണ്ടാമത്തെ ഫോർമുല. സോ cos 2x നെ 1 minus 2 sin square x എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്കറിയാം cos square x minus sin square x ആയിരുന്നു അല്ലെ. ഇതിനെ നമ്മൾ cos square x നെ ഇവിടെ തന്നെ വെച്ചിട്ട് ഈ sin square x നെ 1 minus cos square x എന്ന് എഴുതാലോ. എന്താ ഫോർമുല? sin square x plus cos square x 1 ആയതുകൊണ്ട് തന്നെ sin square x 1 minus cos square x ആവും. ഓപ്പൺ ചെയ്യുമ്പോൾ cos square x minus 1 plus cos square x, അതായത് ഇത് വരുന്നത് 2 cos square x minus 1 എന്ന് നമുക്ക് വരുന്നതായിട്ട് കിട്ടും അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തത് cos 2x നമുക്ക് വീണ്ടും അറിയാം cos square x minus sin square x ആണ്. cos square x minus sin square x ൽ മനസ്സിലാക്കുക, അതിന്റെ ഡിനോമിനേറ്ററിൽ ഒരു 1 ഉണ്ടല്ലോ. നമുക്കറിയാം 1 നെ നമുക്ക് വേണമെങ്കിൽ cos square x plus sin square x എന്നും എഴുതാം അല്ലെ. ഓട്ടോമാറ്റിക്കലി ആ 1 ഉള്ളതിനെ നമുക്ക് cos square x plus sin square x എന്ന് എഴുതുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അന്നേരം cos square x 1 ആകും, sin square x by cos square x tan square x ആകും, ഡിനോമിനേറ്ററിലുള്ള cos square x 1 ആകും, ഇത് tan square x ആകും. എന്താ ചെയ്തത്? സോ നമ്മൾ cos 2x ന്റെ ഡെഫിനിഷൻ cos square x minus sin square x ആണെന്ന് അറിയാം. അതിന്റെ ഡിനോമിനേറ്ററിൽ ടെക്നിക്കലി ഒരു 1 ഉണ്ടെന്ന് നമുക്കറിയാം. ആ 1 നെ cos square x plus sin square x എന്ന് എഴുതി അല്ലെ. രണ്ടും സെയിം തന്നെയാണല്ലോ, ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇനി എന്താ? ഇതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും cos square x കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേം 1 ആയി, ഈ ടേം tan square x ആയി, ഇത് 1 ആയി, ഇത് tan square x ആയി. സോ ഇതിൽ നിന്ന് നമുക്ക് ഫോർമുല എല്ലാം പഠിച്ചു. cos 2x ന്റെ ഫോർമുലാസ് എന്തൊക്കെയാണ്? cos square x minus sin square x എന്നുണ്ട്, 1 minus 2 sin square x എന്നുണ്ട്, 2 cos square x minus 1 എന്നുണ്ട്, 1 minus tan square x divided by 1 plus tan square x എന്നുണ്ട്. എല്ലാ ഫോർമുലയും ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ഫോർമുല എന്ന് പറയുന്നത് sin 2x ന്റെ ഫോർമുല. രണ്ട് ഫോർമുല ഉണ്ട് ഇതിന്. ഒന്നാമത് 2 sin x cos x എന്ന് വരും. അതേപോലെ തന്നെ 2 tan x divided by 1 plus tan square x എന്നും വരും. ഇതാണ് ഇതിന്റെ രണ്ട് ഫോർമുലാസും. ഇപ്പൊ നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. sin of 2x നെ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത്? ഇതിനെ നമുക്ക് sin of x plus x എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ sin 2x നമുക്ക് sin of x plus x എന്ന് എഴുതാം. നമുക്ക് sin of a plus b ഫോർമുല എഴുതാം. sin x into cos x plus cos x into sin x എന്ന് നമുക്ക് എഴുതാം അല്ലെ. സോ ഇത് രണ്ട് സെയിം അല്ലേ, 2 sin x cos x ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ 2 sin x cos x എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് അടുത്ത ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് 2 sin x cos x എന്ന് പറയുന്നത്. അതിന്റെ ഡിനോമിനേറ്ററിൽ ടെക്നിക്കലി ഒരു 1 ഉണ്ട്. ആ 1 ന് നമുക്ക് cos square x plus sin square x എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. ഇനി നമുക്ക് ത്രൂ ഔട്ട് cos square x കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ പറ്റുന്നത്? 2 sin x cos x divided by cos square x whole divided by cos square x by cos square x plus sin square x by cos square x എന്ന് വരും അല്ലെ. സോ കോസും കോസും വെട്ടിപ്പോയി. സോ 2 tan x ആയി, divided by 1 plus tan square x ആയി. സോ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ sin 2x ന്റെ രണ്ട് ഫോർമുലാസ് 2 sin x cos x ഉം ഉണ്ട്, പിന്നെന്താണ് 2 tan x divided by 1 plus tan square x ഉം ഉണ്ട്. ഇതാണ് ഇതിന്റെ രണ്ട് ഫോർമുലാസ് ആയിട്ട് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ tan 2x ന്റെ ഫോർമുല എന്ന് പറയുന്നത് 2 tan x divided by 1 minus tan square x. കാരണം എന്താ? ഇതിനെ നമുക്ക് tan of x plus x എന്ന് എഴുതാം. നമുക്കറിയാവുന്ന ഫോർമുല tan of a plus b എന്ന് പറയുന്ന ഒരു ഫോർമുല വന്നു കഴിഞ്ഞാൽ tan a plus tan b divided by 1 minus tan a tan b അല്ലെ. ഇതല്ലേ ഫോർമുല? അങ്ങനെയാണെങ്കിൽ tan of x plus x നെ ഇതേ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത tan a യും tan x ആണ്, tan b യും tan x ആണ്,
divided by 1 minus tan x into tan x എന്ന് വരും. So this is 2 tan x divided by 1 minus tan square x എന്ന് പറയുന്ന ഫോർമുല ഇവിടെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഫോർമുല എന്ന് പറയുന്നത് അടുത്തത് സൈൻ 3x ന്റെ ഫോർമുലയാണ്. സൈൻ 3x ന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 3 sin x minus 4 sin cube x എന്നാണ് ഇതിന്റെ ഫോർമുല. സൈൻ 3x എന്ന് പറയുന്നത് 3 sin x minus 4 sin cube x. ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈൻ 3x നെ നമുക്ക് സൈൻ ഓഫ് 2x plus x എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇത് നമുക്ക് സൈൻ ഓഫ് a plus b ഫോർമുല എഴുതാം. സൈൻ a sin 2x into cos x plus cos 2x into sin x എന്ന് എഴുതാം. sin 2x ന് നമുക്ക് വീണ്ടും 2 sin x into cos x എന്ന് എഴുതിക്കൂടെ? into cos x വീണ്ടും ഉണ്ട്. cos 2x ന് നമുക്ക് 1 minus 2 sin square x എന്ന് എഴുതിക്കൂടെ? into sin x എന്ന് അല്ലെ. ഈ ഫോർമുലയൊക്കെ പതുക്കെ പതുക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് പഠിക്കും. ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രൂഫ് മൊത്തത്തിൽ മനസ്സിലായില്ലെങ്കിൽ പോലും പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. sin 2x നെ 2 sin x cos x എന്ന് എഴുതാമെന്ന് പഠിക്കുക. cos 2x നെ 1 minus 2 sin square x എന്ന് എഴുതുക. വീണ്ടും വീണ്ടും ചെയ്താണ് നിങ്ങൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്താണെന്ന് എഴുതാം? 2 sin x into cos square x ഇല്ലേ? cos square x നെ 1 minus sin square x എന്ന് വീണ്ടും എഴുതാമല്ലോ അല്ലെ. പ്ലസ് 1 minus 2 sin square x into sin x എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പൊ ഫുള്ള് സൈനിലായി അല്ലെ. ഓപ്പൺ ചെയ്യുമ്പോൾ 2 sin x minus 2 sin cube x plus sin x minus 2 sin cube x എന്ന് വീണ്ടും കിട്ടും അല്ലെ. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 3 sin x minus 4 sin cube x എന്നാണ് അർത്ഥം. സോ 3 sin x minus 4 sin cube x എന്നുള്ള ഡെറിവേഷൻ ഇവിടെ നിന്നാണ് സംഭവിക്കുന്നത് sin 3x ന്റെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് cos 3x ന്റെ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിയും. ഇത് 4 cos cube x minus 3 cos x എന്നാകും. ഇതിനെയും എങ്ങനെയാ ചെയ്യുന്നത്? cos of 3x നെ നമുക്ക് cos of 2x plus x എന്ന് എഴുതാം. cos of a plus b എന്ന് പറയുന്നത് cos a into cos b minus sin a into sin b. ഇങ്ങനെയല്ലേ വരുന്നത് നമുക്ക് cos 2x നെ. ഈ cos 2x നെ നമുക്ക് മൊത്തത്തിൽ കോസിലെങ്ങനെ കൺവേർട്ട് ചെയ്യണം? അന്നേരം കോസിലേക്ക് 2 cos square x minus 1 എന്ന് എഴുതാം. into cos x എന്ന് എഴുതാം. മൈനസ് നമുക്കിപ്പോ ഉള്ളത് sin 2x എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ. അതിന് നമുക്ക് 2 sin x cos x എന്ന് എഴുതാം. into sin x എന്ന് എഴുതാം അല്ലെ. സോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 cos cube x minus cos x minus 2 sin square x into cos x ഇങ്ങനെ കിട്ടും. സോ 2 cos cube x minus cos x minus 2 into 1 minus cos square x, you are getting this like this into cos x. So this is equal to 2 cos cube x minus cos x minus 2 cos x plus 2 cos cube x അല്ലെ. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്താ 4 cos cube x minus 3 cos x എന്ന് കിട്ടും. So this is 4 cos cube x minus 3 cos x. ഇതാണ് നമ്മുടെ cos 3x എന്ന് പറയുന്ന ഫോർമുല. So cos 3x നമുക്ക് മനസ്സിലായി. അടുത്ത tan 3x. tan 3x ഓർക്കുക, ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്റെ ടീച്ചർ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയ ഫോർമുലയാണിത്. tan 3x എന്ന് പറയുന്നത് 3 tan x minus tan cube x divided by 1 minus 3 tan square x. Okay, 3 tan x minus tan cube x divided by 1 minus 3 tan square x. ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണ്? tan of 2x plus x എന്ന് എഴുതും. tan of a plus b എന്ന് പറയുന്നത് tan 2x plus tan x divided by 1 minus tan 2x into tan x. tan 2x എന്താണ്? 2 tan x divided by 1 minus tan square x plus tan x divided by 1 minus 2 tan x divided by 1 minus tan square x into tan x അല്ലെ. ഇതിനെ LCM എടുത്ത് റീഅറേഞ്ച് ചെയ്യുക, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ദിസ് ഇസ് സെയിം ആസ് 3 tan x minus tan cube x divided by 1 minus 3 tan square x. വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് tan 3x എന്ന് പറയുന്നത്. 3 tan x minus tan cube x divided by 1 minus 3 tan square x. ഓക്കെ, അടുത്ത കുറച്ച് ഫോർമുലയും കൂടെ എഴുതുകയാണ്. നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിലും ഉണ്ട്. cos x plus cos y എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 cos of x plus y അഡീഷനെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന 2 cos of x plus y by 2 into cos of x minus y by 2. ഇതാണ് cos of
cos x plus cos y. Cos of x plus y അല്ല, cos x plus cos y എന്ന് പറയുന്നത് 2 cos x plus y by 2 into cos of x minus y by 2. അടുത്ത ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്, cos x minus cos y. ഇതെന്ന് പറയുന്നത് എന്താണ്? -2 sin of x plus y by 2, x plus ആണ്, x plus y by 2 into sin of x minus y. ഇതാണ് by 2 ഉള്ളിലാണ്, ബ്രാക്കറ്റിനുള്ളിലാണ്. -2 sin of x plus y by 2 into sin of x minus y by 2. അടുത്ത മൂന്നാമത്തെന്ന് പറയുന്നത് sin x plus sin y. ഇതെന്ന് പറയുന്നത് 2 sin of x plus y by 2 into cos of x minus y by 2. So sin വരുമ്പോഴത്തേക്കും രണ്ടും ഡിഫറെന്റ് ആയിട്ട് വരും. cos വരുമ്പോഴത്തേക്കും സെയിം കോസിന്റെ തന്നെ വരും. ഓക്കെ, സോ ഇതാണ് sin x plus sin y. അങ്ങനെയാണെങ്കിൽ sin x minus sin y എന്താണ്? sin x minus sin y യുടെ ഫോർമുല എന്ന് പറയുന്നത് 2 cos of x plus y by 2 into sin of x minus y by 2. അതായത് ഈ ഒരു സിമ്പിൾ സൈൻ അങ്ങ് എടുക്കും. പ്രീവിയസ് കേസിലും അങ്ങനെ തന്നെ അല്ലായിരുന്നു. സൈൻ അങ്ങ് പ്ലസ് സിമ്പിൾ ആണെങ്കിൽ സൈൻ പ്ലസ് എടുത്തിട്ട് കോസിന് മൈനസ് കൊടുക്കുന്നതായിരുന്നു. സോ sin x minus sin y എന്ന് പറയുന്നത് 2 cos of x plus y by 2 into sin of x minus y by 2 എന്ന് പറയുന്ന ഫോർമുല ആയിട്ട് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങള് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം. എക്സാമ്പിൾ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ ചോദ്യത്തില് ആദ്യത്തത് പ്രൂവ് ദാറ്റ് 3 sin of pi by 6. ഞാൻ പറഞ്ഞു ഇനി തൊട്ട് റേഡിയനിൽ കാണുമ്പോഴത്തേക്കും ഡിഗ്രിയിലേക്കൊന്നും എപ്പോഴും കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്, സമയം കളയരുത്. ഓക്കെ, -4 sin of 5 pi by 6 into cot of pi by 4 that is equal to 1. അപ്പൊ നമ്മൾ LHS എടുക്കുകയാണെങ്കിൽ എന്താണ്? 3 sin of pi by 6 എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി. sin 30 എന്ന് പറയുന്നത് 1/2. sec pi by 3 എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രി. cos 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? cos 60 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ, cos 60 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്. അതായത് sec 60 ഡിഗ്രി എന്ന് പറയുന്നത് 2 എന്ന് വരും. -4 into sin of, ഇത് നമുക്ക് pi minus pi by 6 എന്ന് എഴുതാം. 5 pi by 6 നെ cot pi by 4 1 ആണ് അല്ലെ, ഇത് വെട്ടിപ്പോയി. സോ ദിസ് ഇസ് 3 -4 times of sin 180 minus theta. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, സെയിം റേഷ്യോ. സോ ദാറ്റ് ഇസ് സെയിം ആസ് sin pi by 6. ഫോർമുല ഓർമ്മയില്ലേ? നമ്മള് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണെങ്കിൽ pi by 2 ആണെങ്കിൽ സെയിം റേഷ്യോ വെക്കുക. ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് തന്നെ വെക്കുക. സോ ദിസ് ഇസ് sin pi by 6. സോ ദിസ് ഇസ് 3 - 4 into sin pi by 6 is 1/2. വെട്ടിപ്പോയി 3 - 2 1 proved അല്ലെ. സോ is equal to RHS. so this is the correct answer. സോ ഡിഗ്രിയുടെയും റേഡിയൻസിയൊക്കെ ഈ കൺവേർഷൻ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് 15 ഡിഗ്രി. സൈൻ ഓഫ് 15 ഡിഗ്രി എന്താന്ന് കണ്ടുപിടിക്കാം. സൈൻ 15 ഡിഗ്രിയെ നമുക്ക് സൈൻ ഓഫ് 45 ഡിഗ്രി - 30 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? ഇത് നമുക്ക് എ എന്നും ബി എന്നും വിളിച്ച സൈൻ ഓഫ് എ മൈനസ് ബി ഫോർമുല എന്താണ്? സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. ഇതല്ലേ ഫോർമുല? സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2, കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 അല്ലെ, മൈനസ് കോസ് 45 ഡിഗ്രി 1/√2 ഇൻറ്റു 1/2. So this is √3 minus 1 divided by 2√2 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇതായിരിക്കണം സൈൻ 15 ഡിഗ്രിയുടെ ആൻസർ. √3 minus 1 divided by 2√2. വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? അടുത്തത് tan of 13 pi by 12. ഇത് നമുക്ക് tan of pi plus pi by 12 എന്ന് എഴുതാലോ. ഡിവൈഡ് ചെയ്താൽ 13/12 എന്ന് പറയുന്നത് 1 and 1/12 അല്ലേ. സോ pi plus pi by 12. tan 180 plus theta. തേർഡ് ക്വാഡ്രന്റ് ആണ്, tan പോസിറ്റീവ് ആണ്, ഈവൻ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് tan തന്നെ നിൽക്കും. tan pi by 12 എന്ന് വരും അല്ലെ. സോ tan pi by 12നെ എനിക്ക് tan of pi by 4 minus pi by 6 എന്ന് എഴുതാമല്ലോ. കാരണം അറിയാവുന്ന ആംഗിളുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതണം, എന്നാലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്കറിയാം tan of x minus y ഫോർമുല എന്താണ്? tan x minus tan y divided by 1 plus tan x tan y അല്ലെ. അങ്ങനെയാണെങ്കിൽ
tan of pi by 4 minus pi by 6 എന്ന് പറയുന്നത് tan of pi by 4 1 minus tan of pi by 3 എന്ന് പറയുന്നത് എത്ര 1 by root 3 pi by 6 എന്ന് പറയുന്നത് 1 by root 3 divided by 1 plus 1 by root 3 LCM എടുത്തു കഴിഞ്ഞാൽ root 3 minus 1 divided by root 3 plus 1 rationalize ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും root 3 minus 1 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും this will become root 3 minus 1 whole square divided by root 3 plus 1 into root 3 minus 1 rationalizing the denominator root 3 നമ്മൾ ബേസിക്സിൽ പഠിച്ചു root 3 plus 1 നെ ക്യാൻസൽ root 3 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലും സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് 2 ആകും പ്ലസ് 3 ആകും പ്ലസ് 1 വരും minus 2 root 3 divided by a plus b into a minus b is a square minus b square അതായത് 3 minus 1 2 വരും so this is 4 minus 2 root 3 അതായത് 2 times of 2 minus root 3 divided by 2 so final answer will be 2 minus root 3 ഇത്രയും കാര്യം വേണ്ടിയിട്ട് so the final answer is 2 minus root 3 അങ്ങനെയാണെങ്കിൽ അടുത്തത് prove that you have to prove that sin of x plus y divided by sin of x minus y is equal to tan x plus tan y divided by tan x minus tan y ഇതിനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സോ LHS എന്ന് പറയുന്നത് sin of x plus y നമുക്ക് sin x into cos y plus cos x into sin y whole divided by നമുക്ക് ഇവിടെ എന്താ എഴുതാം sin x into cos y minus cos x into sin y എന്ന് എഴുതാം ഞാൻ ഇനി ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിനെയും cos x കൊണ്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ is divided by cos x cos y സോ എന്ത് പറ്റും ഇവിടെ cos x cos y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin x by cos x tan x കിട്ടും ഇത് tan y ആകും ഡിവൈഡഡ് ബൈ ഇവിടെ tan x ആകും മൈനസ് tan y ആകും ഇത്രയല്ലേ ഉള്ളൂ ഇത്രയും ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടന്നു വളരെ ഈസി ആയി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് tan 3x നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് tan 3x into tan 2x into tan x this is equal to tan 3x minus tan 2x minus tan x ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമുക്കറിയാം ഇത് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ നേരത്തെ ചെയ്തിട്ടില്ലാത്തൊരു ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ് സോ ഒബ്സർവ് ചെയ്യാം സോ tan 3x ന് നമുക്ക് tan of 2x plus x എന്ന് എഴുതാമല്ലോ അല്ലെ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ tan 2x plus tan of a plus b tan a plus tan b divided by 1 minus tan a tan b എന്ന് എഴുതാം സോ ദിസ് ഇസ് tan 3x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ tan 3x minus tan 3x into tan 2x into tan x കിട്ടും അല്ലെ ദിസ് ഇസ് ഈക്വൽ ടു tan 2x plus tan x എന്ന് നമുക്ക് കിട്ടും ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x വളരെ ഈസി ആയിട്ട് ഇക്കാര്യം നമുക്ക് പിടികിട്ടി ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് എക്സാമ്പിൾ 15 ആണിത് എക്സാമ്പിൾ 15ൽ എന്താണ് പറയുന്നത് നോക്കാം സോ പ്രൂവ് ദാറ്റ് cos of pi by 4 plus x plus cos of pi by 4 minus x is root 2 times of cos x എന്ന് പ്രൂവ് ചെയ്യാം ഓക്കെ സോ നമുക്കറിയാം LHS എന്ന് പറയുന്നത് എന്താണ് cos of pi by 4 plus x അല്ലെ ഇപ്പൊ എന്താ ചെയ്യുന്നത് cos of a plus b അപ്ലൈ ചെയ്യുക cos of a plus b എന്ന് പറയുന്നത് cos a into cos b minus sin a into sin b ഇത് ഇവിടെ അതേ തന്നെയാണ് cos a into cos b plus sin a into sin b എന്ന് വരും ഇത് രണ്ടും വെട്ടിപ്പോയി അല്ലെ സോ ദിസ് ഇസ് 2 cos pi by 4 into cos x അല്ലെ 2 ടൈം cos pi by 4 എന്ന് പറയുന്നത് 1 by root 2 into cos x സോ root 2 ഉം 2 ഉം കട്ട് ചെയ്ത് root 2 ആയി root 2 cos x സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് cos of a plus b ഫോർമുല അപ്ലൈ ചെയ്തു cos of a minus b ഫോർമുല അപ്ലൈ ചെയ്തു അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടി ഓക്കെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് cos a plus cos b ഫോർമുലയൊക്കെ യൂസ് ചെയ്തിട്ടും 2 cos a plus b by 2 into cos a minus b by 2 ഒക്കെ വെച്ചിട്ടും വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു ഓക്കെ അടുത്തത് എക്സാമ്പിൾ നമ്പർ 16
in NCERT. Example 16 എന്താണ് പറയുന്നത്? Prove that cos of 7x plus cos of 5x divided by sin of 7x minus sin of 5x. This is equal to cot x. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല cos a plus cos b ഫോർമുല എന്താണ്? നമുക്കറിയാം 2 cos a plus b by 2 into cos of a minus b by 2. അല്ലെ? അടുത്തത് sin a മൈനസ് സൈൻ ബി ഫോർമുല എന്താണ്? സൈൻ എ മൈനസ് സൈൻ ബി ഫോർമുല നമുക്കറിയാം. ഇത് 2 cos a plus b by 2 into sin of a minus b by 2. ഇതാണ് സൈൻ എ മൈനസ് സൈൻ ബി ഫോർമുല. ഇത് അപ്ലൈ ചെയ്യാം. ഇവിടെ cos a plus cos b ഫോർമുല അല്ലേ? എക്ക് പകരം 7x ഉം ബിക്ക് പകരം 5x ഉം. സോ LHS is equal to cos a plus cos b എന്ന് പറഞ്ഞാൽ 2 cos a plus b അതായത് 7x plus 5x divided by 2 into cos of a minus b divided by 2 whole divided by 2 cos a plus b divided by 2 അതായത് 7x plus 5x divided by 2 into sin of a minus b divided by 2 7x minus 5x divided by 2. So 2 cos ഇത് രണ്ടും അങ്ങ് വെട്ടിപ്പോയി അല്ലെ? അതായത് നമുക്ക് എത്ര കിട്ടിയത്? അതെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇത് cot x എന്നാണ്. സോറി. സോ ഇത് cos of 2x divided by 2 അതായത് cos x കിട്ടി. ഇത് sin of 2x divided by 2 അതായത് sin x. cos x by sin x എന്ന് പറയുന്നത് എന്താണ്? cot x. That is same as RHS. Okay. So നമ്മളിപ്പോ ഉപയോഗിച്ച ഫോർമുല ഏതൊക്കെയാണ്? ഇങ്ങനെ ചോദ്യം ചെയ്ത് ഫോർമുല പഠിച്ചങ്ങ് പോവാ. cos a plus cos b എന്ന് പറയുന്നത് 2 cos a plus b by 2 into cos a minus b by 2. sin a minus sin b എന്ന് പറയുന്നത് 2 cos a plus b by 2 into sin of a minus b by 2. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉള്ളൂ. അടുത്തത് ഫൈനൽ ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് sin 5x minus 2 sin 3x plus sin x whole divided by cos 5x minus cos x ഇത് tan x ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നമുക്ക് LHS ഉള്ളത് എന്താണ്? LHS is equal to sin 5x minus 2 sin 3x plus sin x divided by cos 5x minus cos x. ഈ 2 sin 3x ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ sin 5x നെയും sin x നെയും നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? sin a plus sin b എന്ന് പറയുന്നത് എന്താണ്? 2 sin a plus b by 2 അതായത് 5x plus x 6x divided by 2 എന്ന് പറയുന്നത് 3x into നമുക്ക് എന്താണ്? cos of x minus y by 2 അതായത് 5x minus x അതായത് 4x divided by 2 എന്ന് പറയുന്നത് 2x എന്ന് കിട്ടും. minus 2 sin 3x എന്ന് പറയുന്നത് ഇവിടെ കിട്ടും. ഈ ഡിവൈഡഡ് ബൈ cos a minus cos b എന്ന് പറയുന്നത് എന്താണ്? cos a minus cos b എന്ന് പറയുന്ന ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ച ഫോർമുല എന്താണ്? cos a minus cos b ക്ക് minus 2 sin x plus y by 2 into sin x minus y by 2. So this is minus 2 sin x plus y by 2 അതായത് 3x into അതായത് 6x divided by 3x into sin x minus y by 2 അതായത് sin 4x divided by 2 എന്ന് പറയുന്നത് sin 2x കിട്ടും അല്ലെ? സോ നമുക്ക് ഇതിന്റെ അകത്ത് ഇനി എന്താണ് കോമൺ എടുക്കാവുന്നത്? കോമൺ എടുക്കാൻ പറ്റിയ കാര്യങ്ങള് 2 sin 3x കോമൺ എടുത്താൽ into cos 2x minus 1 വന്നു divided by 2 sin 3x ഇവിടെ ഉണ്ട് into minus sin 2x ഉണ്ട് അല്ലെ? ഇത് രണ്ടും വെട്ടിപ്പോയി. മൈനസ് മുകളിലോട്ട് എടുത്താൽ 1 minus cos 2x divided by sin 2x എന്ന് എഴുതാൻ പറ്റും അല്ലെ? 1 minus cos 2x നെ 1 minus 2 sin square x എന്ന് എനിക്ക് എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ sin 2x നെ 2 sin x cos x എന്ന് എനിക്ക് എഴുതാമല്ലോ അല്ലെ? ഈ cos 2x നെ 1 minus 2 sin square x എന്നും sin 2x നെ 2 sin x cos x എന്നും എഴുതി. ഓപ്പണിംഗ് ദ ബ്രാക്കറ്റ് 1 ഉം 1 ഉം വെട്ടിപ്പോയി മൈനസും പ്ലസും വന്നു. സോ ദിസ് വിൽ ബിക്കം 2 sin square x divided by 2 sin x cos x. 2 ഉം 2 ഉം വെട്ടിപ്പോയി സൈനും സൈനും വെട്ടിപ്പോയി sin divided by cos x എന്ന് പറയുന്നത് tan x ആയി മാറി. ദാറ്റ് ഈസ് സെയിം ആസ് r. മനസ്സിലായോ?
കാര്യം പിടിയിട്ടില്ല. നമ്മൾ നേരത്തേക്കും എക്സാമ്പിൾ ചോദ്യം എല്ലാം ചെയ്തു. അടുത്തത് എക്സസൈസ് 3.3 ആയിട്ട് ഉടനെ വരും. എല്ലാ ചോദ്യവും ചെയ്യുക. ഇതൊരു നല്ലൊരു ബേസ് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. നിങ്ങൾ പേടിക്കാതിരിക്കുക. ഇങ്ങനെ ഓരോ ചോദ്യം ചെയ്യുമ്പോഴും ഫോർമുല റിവൈസ് ചെയ്ത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ് ആണ്. ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾ ബെറ്റർ ആകും, ഉറപ്പായിട്ടും ബെറ്റർ ആകും. ഫങ്ഷൻസും ട്രിഗ്നോമെട്രിയും കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഭയങ്കര എളുപ്പമാകും. ബാക്കി എല്ലായിടത്തും ഇതിന്റെയൊക്കെ റിപ്പറ്റീഷൻ വന്നുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക, അടിച്ചു പൊളിക്കുക. ഇന്ന് തന്നെ നമ്മൾ എക്സസൈസ് 3.3 NCERT പാർട്ട് ഇന്ന് തന്നെ നമ്മൾ തീർക്കും. മിസ്ലേനിയസും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തീർക്കുന്നതായിരിക്കും. അതിന്